ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്കാണ് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേംസ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ അക്കൗണ്ട്സുകളാണ്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും അതിൻ്റെ ബാലൻസ് ഷീറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കണ്ടുപിടിക്കാനുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അതേ സംഭവം തന്നെ ആരിൽ പഠിക്കുകയാണ്? പാർട്ട്ണർഷിപ്പ് ഫേംസിൽ പഠിക്കുകയാണ്. എന്ത് ഈ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ? പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുമ്പോൾ അതിൽ രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾ ഒറ്റക്കല്ല, മിനിമം രണ്ടാളുണ്ടാവും. രണ്ടിൽ കൂടുതൽ ആളായാലും എന്തില്ല, കുഴപ്പമില്ല. അപ്പോൾ രണ്ടോ അതിലധികമോ ആളുകൾ നേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും അതേപോലെ ബാലൻസ് ഷീറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നോക്കുക. അപ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമാറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ പഠിച്ച സെയിം ഫോർമാറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ വെറും ക്ലോസിങ് ക്യാപിറ്റൽ ആഡ് ഡ്രോവിങ്സ് എന്നാണ് അവിടെ പഠിച്ചത്. അതിൻ്റെ ഒപ്പം ഒരു വേർഡും കൂടി അധികം, അത് കമ്പൈൻഡ്. അപ്പോൾ എന്താ ഇവിടെ കമ്പൈൻഡ് എന്ന് വരാനുള്ള കാരണം എന്താ? ഇവിടെ ഒരു ക്യാപിറ്റൽ അല്ല ഉള്ളത് അല്ലേ, ഇവിടെ രണ്ടോ അതിലധികമോ ആളുകളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എന്തുണ്ടാവും? വേറെ വേറെ ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് എന്ന് പറയുന്നത് കമ്പൈൻഡ് എന്ന വേർഡ് ആഡ് ആയിട്ടുള്ളത് കേട്ടോ. മുന്നേ പഠിച്ച അതേ ഫോർമാറ്റ് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ചു. അപ്പോൾ കമ്പൈൻഡ് ക്ലോസിങ് ക്യാപിറ്റലിൻ്റെ കൂടെ കമ്പൈൻഡ് ഡ്രോവിങ്സ് ആഡ് ചെയ്യുക. ഓക്കെ, അതിന്ന് കമ്പൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റലും കുറക്കുക, കമ്പൈൻഡ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതും എന്ത് ചെയ്യുക, കുറക്കുക. അപ്പോൾ കമ്പൈൻഡ് ക്ലോസിങ് ക്യാപിറ്റലിൻ്റെ കൂടെ കമ്പൈൻഡ് ഡ്രോവിങ്സ് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ കിട്ടും. അതിന്ന് കമ്പൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റലും എല്ലാം അഡീഷണൽ ആയിട്ട് കൂടുതൽ ക്യാപിറ്റൽ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതും എന്ത് ചെയ്യുക, കുറക്കുക. അപ്പോൾ ഇത് രണ്ടും ആ രണ്ട് എമൗണ്ട് ഇവിടേക്ക് എഴുതി ഇത് രണ്ടും കൂട്ടിയിട്ട് ഇങ്ങോട്ട് എഴുതും. പിന്നെ ഇതിന്ന് ഇത് കുറച്ചിട്ട് ഇങ്ങോട്ട് എഴുതും. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഈ രണ്ടും കുറച്ച പോലെ ആയി ഇവിടെ. അതിനെ എന്തെന്ന് പറയാം? ഗ്രോസ് പ്രോഫിറ്റ്. ഇനി നമുക്ക് വല്ല ചിലവുകളും വന്നിട്ടുണ്ടെങ്കിൽ അതും ആ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം, കുറക്കാം. ചിലവുകളായിട്ട് ഇവിടെ പറയുന്നത് ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കുറച്ച് ആ എമൗണ്ടിൽ നിന്ന് വീണ്ടും ആ രണ്ട് എമൗണ്ടുകൾ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയ വീണ്ടും നമുക്ക് അപ്രോപ്രിയേഷൻസ് കുറക്കാനും കൂട്ടാനുണ്ടാവും. എന്താണ് അപ്രോപ്രിയേഷൻസ്? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് +2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട ചെലവുകളും അതേപോലെ വരുമാനങ്ങളും എഴുതുന്നതിനെയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുക. പാർട്ട്നേഴ്സിനും ചിലവുണ്ട്, പാർട്ട്നേഴ്സുമായിട്ട് ബിസിനസ്സിന് എന്തുണ്ട്? വരുമാനമുണ്ട്. പാർട്ട്നേഴ്സുമായിട്ടുള്ള ചിലവ് എന്ന് പറയുമ്പോൾ പാർട്ട്ണറിന് സാലറി കൊടുക്കുക, അവരുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് പലിശ കൊടുക്കുക, അത് പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട ചിലവുകളാണ്. പിന്നെ പാർട്ട്നേഴ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുമ്പോൾ ഡ്രോവിങ്സിന് ഇൻട്രസ്റ്റ് കിട്ടും. ഡ്രോവിങ്സ് എന്താണെന്ന് അറിയാമല്ലേ? ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിൻ്റെ സ്വന്തം ആവശ്യത്തിന്, അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഡ്രോവിങ്സ്. അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഒരാൾ ക്യാപിറ്റൽ കൊടുത്തു, അപ്പോൾ അയാൾക്ക് എന്തൊരു ആവശ്യം വന്നപ്പോൾ ആ ക്യാപിറ്റലിന് എമൗണ്ട് അയാൾ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. അപ്പോൾ അതിന് ഡ്രോവിങ്സ് എന്നാണ് പറയുക. അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ ആ വിഡ്രോ ചെയ്ത എമൗണ്ടിന് അയാൾ ബിസിനസ്സിലേക്ക് എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. അപ്പോൾ ബിസിനസ്സിന് എന്താണ്? വരുമാനമാണ്. അപ്പോൾ രണ്ട് ചിലവുകൾ കുറക്കുക, ഒരു വരുമാനം എന്ത് ചെയ്യുക? കൂട്ടുക. ഓക്കെ, ചിലവുകൾ എന്ന് പറയുന്ന ലെസ് അപ്രോപ്രിയേഷൻ, സാലറി ഓഫ് പാർട്ട്നേഴ്സും ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഉണ്ട്. രണ്ട് എമൗണ്ട് ഇങ്ങോട്ട് എഴുതി ഇങ്ങോട്ട് കൂട്ടി ഇതിന്ന് കുറക്കുക. പിന്നെ ഡ്രോവിങ്സും എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവിസിബിൾ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ലാസ്റ്റ് പ്രോഫിറ്റ്. ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വീതം വെക്കാനുള്ള പ്രോഫിറ്റാണ്. ഇവിടെ ഒരാൾ മാത്രമല്ല ഉള്ളൂ അല്ലേ, രണ്ടോ അതിലധികമോ ആളുകളുണ്ട്. അപ്പോൾ കിട്ടിയ പ്രോഫിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടാൾ, മൂന്നാളാണെങ്കിൽ മൂന്നാൾക്ക് എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഈ പ്രോഫിറ്റിന് എന്ത് എന്ന് പറയുന്നത്? ഡിവിസിബിൾ പ്രോഫിറ്റ്, വീതം വെക്കാനുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് പെർഫോമ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാം. മുന്നേ ചെയ്ത പോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസമുള്ളൂ. അവിടെ ഒരാൾ ഒറ്റക്കായിരുന്നു, ഇവിടെ കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് മാത്രമാണ് ഉള്ളത്. ഇതിൽ പറഞ്ഞ ABC വേർ പാർട്ട്ണർഷിപ്പ്, എ ബിയും സിയും പാർട്ട്ണർഷിപ്പിലാണ്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് 2019 മോസ്റ്റ് ഓഫ് ദ റെക്കോർഡ്സ് വേർ ഡിസ്റ്റോർഡ് ബൈ ഫയർ. 2009 അവരുടെ
തീപിടുത്തം ഉണ്ടായിട്ട് കുറച്ച് ഫയൽസുകൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് സം ഫയൽസ് ഇല്ല. അപ്പോൾ അതായത് ഡബിൾ എൻട്രി ഇവിടെ ചെയ്യാൻ പറ്റില്ല, സിംഗിൾ എൻട്രി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഡബിൾ എൻട്രി ആകുമ്പോൾ ഫുൾ ഇൻഫർമേഷൻ വേണം, സിംഗിൾ എൻട്രി ആണെങ്കിൽ ഫുൾ ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവരുടെ 2018 കൊല്ലാവസാനമുള്ള ബാലൻസ് ഷീറ്റാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കേട്ടോ. 2018 അവസാനം നമ്മൾ ചെയ്യേണ്ടത് 2019 ചെയ്യാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2018 കൊല്ലാവസാനത്തിലുള്ള ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ അതറിയാം, ഇത് അസറ്റ് ആണെന്നും ഇതെന്താണ് ലയബിലിറ്റി ആണെന്നും അറിയാം. അപ്പോൾ അസറ്റുകൾ നമുക്ക് നോക്കാം. ക്യാഷ് തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് ക്യാഷ് ഇങ്ങോട്ട് ബിസിനസ്സിന് ക്യാഷ് തരാനുള്ളവരാണ് ഡെപ്റ്റേഴ്സ്. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ബിസിനസ്സിൽ ബാക്കിയിരിക്കുന്ന സ്റ്റോക്ക് ഉണ്ട്, മെഷീനറി ഉണ്ട് അസറ്റായിട്ട്, ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് ഉണ്ട്. അതേപോലെ അഡ്വാൻസ് വല്ല പേയ്മെൻറ്റ് കൊടുത്താൽ അസറ്റായിട്ട് കണക്കാക്കുക, അസറ്റ് ഉണ്ട്. ഈ കറണ്ട് അക്കൗണ്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇപ്പോഴത്തെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അതായത് ബിസിനസ് ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അത്ര ആൾക്കാർ ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ ABC എമൗണ്ട് തന്നിട്ടുണ്ട്. ഓരോരുത്തരും എടുത്ത ക്യാപിറ്റൽ എമൗണ്ട് ടോട്ടൽ 9,000. ഈ കറണ്ട് അക്കൗണ്ട് ഉണ്ട് അല്ലേ, ഇവിടെ കറണ്ട് അക്കൗണ്ട് AB ആണ്. അപ്പോൾ C എവിടെ, C ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് നമ്മൾ +2 2 ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 2 മെത്തേഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്. അതിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ അവിടെ 2 അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഈ കറണ്ട് അക്കൗണ്ട് വരിക. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവരുടെ ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അവന് മാറ്റം വരില്ല. മാറ്റങ്ങളൊക്കെ വരിക എവിടെയാണ്, കറണ്ട് അക്കൗണ്ടാണ്. അപ്പോൾ അവർക്കെല്ലാം കിട്ടാണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിലാണ് കൂട്ടുക, അവിടെ നിന്ന് എടുക്കാണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിന് എന്ത് ചെയ്യും, കുറക്കും. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് ഇവിടെ 2 എണ്ണം ലയബിലിറ്റി സൈഡിലും 1 എന്താണ് അസറ്റ് സൈഡിലുമാണ്. അപ്പോൾ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ, ഈ ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ് പ്രോഫിറ്റ് കേട്ടോ, അസറ്റിൽ വരുന്നത് എന്താണ്, ലോസ് ആണ്. അതായത് എക്കും ബിക്കും എക്ക് 145 രൂപ പ്രോഫിറ്റും ബിക്ക് 100 രൂപ പ്രോഫിറ്റും ഉണ്ട്. എന്നാൽ സിക്ക് എന്താണുള്ളത്, ലോസ് ആണുള്ളത്. സിക്ക് എത്രയാണ്, 170 രൂപ ലോസ് ആണ്. അതുകൊണ്ടാണ് അസറ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിതിൻ്റെ ഒരു ടെക്നിക്കൽ വശം ഒന്ന് ചിന്തിച്ച് നോക്കാമല്ലേ. ഇതെന്താ ലയബിലിറ്റി ആവാനുള്ള കാരണം എന്താ, ഇത് പ്രോഫിറ്റാണ്. ഇപ്പോൾ പ്രോഫിറ്റ് ബിസിനസ്സും പാർട്ട്ണറും പറയുമ്പോൾ രണ്ട് വ്യക്തിയായിട്ട് നമ്മൾ കണക്കാക്കുക, അങ്ങനെയാണല്ലോ. അപ്പോൾ ബിസിനസ് ഇത് എക്കുള്ള പ്രോഫിറ്റാണ്, ഇത് ബിക്കുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനല്ലേ, ആർക്ക് കൊടുക്കാനാണ്, പാർട്ട്നേഴ്സിന് കൊടുക്കാണ്ട്. എക്ക് 145 റുപ്യം കൊടുക്കണം, ബിക്ക് എന്ത് ചെയ്യണം, 100 റുപ്യം കൊടുക്കണം. അപ്പോൾ ലയബിലിറ്റി ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കുക. പക്ഷേ സിക്ക് ലോസ് ആണെങ്കിൽ പാർട്ട്ണർ ബിസിനസ്സിലേക്കാണ് കൊടുക്കേണ്ടത്, അപ്പോൾ കിട്ടാനുള്ളതല്ല. അപ്പോൾ എന്താണ്, അസറ്റാണ്. അതുകൊണ്ടാണ് ലോസ് ഇവിടെയും പ്രോഫിറ്റ് ലയബിലിറ്റി സൈഡിൽ വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഏകദേശം രൂപം മനസ്സിലായില്ല. അത് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞു തരുന്നത്. ഇനി ഇതിൽ പറയുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഉണ്ടാവും. ദ പാർട്ട്നേഴ്സ് ഡ്രോവിങ് ഡ്യൂറിങ് ദി ഇയർ 2019 ഹാവ് ബീൻ പ്രൊവൈഡ് റൈറ്റ്. അതായത് ഡ്രോവിങ്സ് ആണ് കേട്ടോ. അവരുടെ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്ത എമൗണ്ടുകളാണ് 2019 A 1400, B 1000, C 650. ഓക്കെ, ഡേറ്റ് തന്നിരിക്കുന്നത് 2019 അവസാനമാണ്. പിന്നെ അടുത്തതാണ് 2019 അവസാനം. ദി ക്യാഷ് വാസ് ബി 3200 ഡെപ്റ്റേഴ്സ്. അതായത് 2019 അവസാനം ഉള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 2019 അവസാനം എന്തൊക്കെയാണുള്ളത്, 2018 അവസാനത്തിലെ കണക്കാണ്. അപ്പോൾ 2019 ക്യാഷ് 3200 മാറ്റം വന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് 4025 സ്റ്റോക്ക് 5900 അഡ്വാൻസ് പേയ്മെൻറ്റ് 25 ക്രെഡിറ്റേഴ്സ് 6040 അതേപോലെ മെഷീനറിക്ക് 10% ഡിപ്രീസിയേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സിന് 7% കൊടുക്കണം. പിന്നെ ക്യാപിറ്റലിന് 5% ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ 3 പാർട്ട്നേഴ്സ് അല്ലേ ഉള്ളത്, അവരുടെ റേഷ്യോ പറയണത് 1/2 എക്ക്, 1/3 ബിക്ക്, 1/6 സിക്ക്. പിന്നെ നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നെറ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും അതേപോലെ ഓരോരുത്തരും കൊടുക്കേണ്ട ഡിവിഷൻ കണ്ടുപിടിക്കാനും അതേപോലെ ബാലൻസ് ഷീറ്റ് 2019 ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ട് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാം. പിന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത ആ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, നമ്മൾ മുന്നേ പ്രോബ്ലം ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു ഹോംവർക്കും തന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു 2 വർഷങ്ങളിൽ അവസാനത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കണ്ടുപിടിക്കും. ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടാനും ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടാനും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് 2 കണ്ടുപിടിക്കും. ഓക്കെ,
പിന്നെ അതെന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നമ്മുടെ സാധാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് വെച്ചിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും മുന്നേ കിട്ടി, അത് വെച്ചിട്ട് ഇത് എഴുതും. അത് വെച്ചിട്ട് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 2018 അവസാനത്തിലെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ഓൾറെഡി ഒരു ബാലൻസ് ഷീറ്റ് പോലെ ക്വസ്റ്റ്യൻ തന്നിക്കണം. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്യുന്ന പോലെ ആ ഫസ്റ്റ് ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യേണ്ട, ഉണ്ടാക്കണ്ട. ഇനി നമുക്ക് എന്ത് കണ്ടാൽ മതി, ക്ലോസിംഗ് ക്യാപിറ്റലാണ് എന്ത് ചെയ്യാനുള്ളത്, കാണാനുള്ളത്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്ലോസിംഗ് ക്യാപിറ്റൽ കാണേണ്ട ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഒന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, പ്രിപ്പയർ ചെയ്താൽ മതി, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് എഴുതാത്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓൾറെഡി ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. സാധാ പോലെ നമ്മുടെ ലയബിലിറ്റീസും അസറ്റും 2019 അവസാനത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കണ്ടുപിടിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ല, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കോളം വരക്കും, നമ്മൾ ആൻസർ ചെയ്ത് തുടങ്ങുകയാണ്. ലയബിലിറ്റീസ് ആൻഡ് അസറ്റ് 2019 ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ 2019 അവസാനമാണല്ലോ വരിക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ABC ആസ് ഓൺ 31 December 2019. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി ബാലൻസ് ഷീറ്റിൻ്റെ മോഡൽ നമുക്കറിയാം. ലയബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്, എമൗണ്ട് ഏതൊക്കെയുള്ളതെന്ന് നമുക്ക് കഴിഞ്ഞതിൽ നോക്കിയാൽ അറിയും. പുതിയ എമൗണ്ടുകളാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. ഈ എമൗണ്ടുകളാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷേ ഇതേപോലെ തന്നെ എഴുതുക, വ്യത്യാസങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ച് ഡിപ്രീസിയേഷൻ അധികം വരും. ക്യാഷ് 2400 അല്ല, ക്യാഷ് പുതിയത് എത്രയാണ്, 3200. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് 3200. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഐറ്റംസുകൾ കിട്ടും. ഡെപ്റ്റേഴ്സ് ഇവിടെ 3600 ആണ്, പക്ഷേ പുതിയത് എത്രയാണ്, 4025. അപ്പോൾ ഡെപ്റ്റേഴ്സ് 4025. ഓക്കെ, പിന്നെ അടുത്തത് ഇവിടെ സ്റ്റോക്ക് 6500. സ്റ്റോക്ക് എത്രയാണ്, 5900. ഇവിടെ ഓർഡറിലല്ല എഴുതിയെന്നുള്ളൂ കേട്ടോ, അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് അതൊന്നും കുഴപ്പമില്ല. സ്റ്റോക്ക് 5900. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വരുന്നത് മെഷീനറിക്കും ഇതിനും എന്തുണ്ട്, ഡിപ്രീസിയേഷൻ. നമുക്ക് അവസാനം എഴുതാം. പിന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഇവിടെ 35 പക്ഷേ പുതിയത് എത്രയാണ്, 25. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് 25. സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു. ഇനി ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, അതിൻ്റെ പുതിയ എമൗണ്ട് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. നമ്മൾ പഴയ എമൗണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ഫസ്റ്റ് ഏതാണ്, മെഷീനറി നോക്കുകയാണ് 1440. മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ 10% കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ മെഷീനറി 1440 അതിൻ്റെ 10%. ലെസ് ഡിപ്രീസിയേഷൻ 1440 10% കാണാൻ അറിയാമല്ലോ. 1440 ഇൻറ്റു 10/100 ചെയ്ത് 1444 കിട്ടും. അപ്പോൾ 1440 144 കുറച്ച് 1290. അതേപോലെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിനും എത്ര ശതമാനമാണ്, 7% ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടത്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 600 കേട്ടോ, നമുക്ക് ഇതിലുണ്ട് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 600. അപ്പോൾ 600 അതിൻ്റെ 7%. അപ്പോൾ 600 ഇൻറ്റു 7.5/100 ചെയ്താൽ അത് കിട്ടും. അപ്പോൾ 45. അപ്പോൾ 600 45 കുറച്ച് എത്രയാണ്, 555. ഓക്കെ, അപ്പോൾ ഈ പുറം ഫുള്ള് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്, ക്രെഡിറ്റേഴ്സും ക്യാപിറ്റലുമാണ്. ക്രെഡിറ്റേഴ്സ് 5500 പഴയത്, പുതിയ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടാവും കണ്ടോ. ക്രെഡിറ്റേഴ്സ് 6040. അപ്പോൾ നമ്മളിവിടെ ക്രെഡിറ്റേഴ്സ് 6040 എഴുതി. പിന്നെ ക്യാപിറ്റൽ എഴുതുമ്പോൾ ഇവിടെ കറണ്ട് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ കറക്റ്റ് ക്യാപിറ്റൽ തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി കറണ്ട് അക്കൗണ്ട് ഇല്ലെങ്കിലാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ കറണ്ട് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ക്യാപിറ്റൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ 2 എണ്ണം വരിക. അപ്പോൾ ക്യാപിറ്റലിൽ ഒരിക്കലും എന്ത് വരില്ല, മാറ്റങ്ങൾ വരില്ല. അപ്പോൾ ക്യാപിറ്റൽ അതേപോലെ എഴുതുക. ഓക്കെ, ഇനി 2 സൈഡ്. അപ്പോൾ ഈ സാധനം ഇവിടെ വന്നിട്ടില്ല കേട്ടോ, അതാണ് ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗറാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൂട്ടും 15040 കിട്ടുക. ഈ 39 ഇവിടെ അല്ല, നമ്മൾ എഴുതിയിട്ടില്ല. ഈ പുറം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടൂല, 15040 കിട്ടൂല. 15040 നിന്ന് ഇവിടെ കിട്ടുന്ന ടോട്ടൽ കുറക്കുക. അപ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക, 39 ബാലൻസ് കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് ഈ 39 ഓൾറെഡി കിട്ടിയിട്ടില്ല, ഇതുവരെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോട്ടിലേക്ക് എടുത്ത് എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ ഉണ്ടാവുക, അതിൽ ഉത്തരം ഉള്ളതുകൊണ്ടല്ലോ അത് കാണുന്നത്. നമ്മൾ ഈ പുറം കൂട്ടും, അപ്പോൾ നമുക്ക് 15040 കിട്ടും. ഈ പുറം കൂട്ടുമ്പോൾ 15040 കുറവുള്ള ഒരു സംഖ്യക്കാരും കിട്ടുക. ഈ 39 കൂട്ടാതെ 39 പുതിയതായിട്ട് ഇപ്പോൾ കിട്ടുകയാണല്ലോ ചെയ്യുക.
ഈ പുറം 1296 വരെ കൂട്ടുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യ ഈ 15,040 എന്ത് ചെയ്യുക, കുറക്കുക. അപ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക, 39 കിട്ടുക. അതിനെയാണ് ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, 39 കിട്ടും. അപ്പോൾ കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്സ് എന്ന് എഴുതിയിട്ട് ഓഫ് ABC ബാലൻസിങ് ഫിഗറിന് BAL ഫിഗറിന് ബാലൻസിങ് ഫിഗർ എന്നാണ്. അതായത് ഇതാണ് നമുക്ക് ബാലൻസ് കിട്ടിയ ഫിഗർ. നമ്മൾ പുറത്തുനിന്ന് എടുത്ത് എഴുതിയതല്ല, നമ്മൾ രണ്ട് പുറം കൂട്ടിയിട്ട് ഏതാണോ വലുത് കിട്ടുന്നത് ആ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് ബാലൻസിങ് ഫിഗർ. അപ്പോൾ അതാണ് കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട്. നമ്മൾ കറണ്ട് അക്കൗണ്ട് ഇവിടെ ABC എന്ന് എഴുതണില്ലേ, അത് മൂന്നാളും പാടെ ഒപ്പം എഴുതിക്കുകയാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് എത്രയാണ്, 39 ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നമ്മൾ എന്ത് ചെയ്തത്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ABC കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ കമ്പൈൻഡ് ക്ലോസിങ് ക്യാപിറ്റലൊക്കെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റലൊക്കെയാണ് ഇവിടെ എടുത്തത്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു കറണ്ട് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഈ ക്യാപിറ്റലിന് പകരം നമ്മൾ എടുക്കുക കറണ്ട് അക്കൗണ്ട് ആണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാപിറ്റൽ മാത്രം എന്നുള്ള സാധാ പോലെ ക്യാപിറ്റലാണ് ചെയ്യുക. പക്ഷേ അവിടെ കറണ്ട് അക്കൗണ്ട് തന്നത് കൊണ്ട് നമ്മൾ കറണ്ട് അക്കൗണ്ട് ആണ് എടുക്കുക. അപ്പോൾ നമ്മൾ അതേപോലെ കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് ഓഫ് ABC ഓൺ 31/12/19, അതായത് ഫസ്റ്റത്തെ കമ്പൈൻഡ് ക്ലോസിങ് ക്യാപിറ്റൽ, ഇതാണ് ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട്. നമുക്കറിയാം ഇപ്പോൾ കിട്ടിയതാണ് ക്ലോസിങ്. ഞാൻ പറഞ്ഞു ഇത് ലാപ്റ്റി സൈഡിലാണെങ്കിൽ പ്രോഫിറ്റ് ആണെന്നും അസറ്റ് സൈഡിലാണെങ്കിൽ എന്താണ്, ലോസ് ആണ്. ലോസ് ആണെങ്കിൽ നമ്മൾ എമൗണ്ട് എഴുതേണ്ടത് മൈനസിലാണ്. അപ്പോൾ -39. ഓക്കെ, ചിലപ്പോൾ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനിലും ഇവിടെ എല്ലാ ബാലൻസിങ് ഫിഗർ കിട്ടുക, ഇവിടെ എന്ത് കിട്ടാം, ബാലൻസിങ് ഫിഗർ കിട്ടാം. അപ്പോൾ ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ എങ്കിൽ ഏതിൻ്റെ, കറണ്ട് അക്കൗണ്ടിൻ്റെ കേട്ടോ. അത് പ്രോഫിറ്റ് ആണെന്നാണ് അർത്ഥം. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പ്ലസ് തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ബാലൻസിങ് ഫിഗർ കിട്ടിയത് എവിടെയാണ്, അസറ്റ് സൈഡിലാണ്. ആയതുകൊണ്ടാണ് ലോസ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തത്, മൈനസ് കൊടുത്തത്. അപ്പോൾ കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് ക്ലോസിംഗ് ആണ് ആദ്യം എഴുതേണ്ടത്, -39. പിന്നെ ആഡ് ഡ്രോയിങ്സ്, അതിനെല്ലാം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് ആഡ് കമ്പൈൻഡ് ഡ്രോയിങ്സ്, അതായത് മൂന്നാളെയും ഡ്രോയിങ്സ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ABC മൂന്നാളെയും ഡ്രോയിങ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്, ഇതാണ് ഡ്രോയിങ്സ് 1400, 1000, 650 മൂന്നാളെയും. ഇത് അതേപോലെ ABC 1400, 1000, 650 എഴുതി. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 3011 കൂട്ടുക എന്ന് പറയുമ്പോൾ മൈനസ് ആകുമ്പോൾ 3050 39 കുറക്കല്ലേ ചെയ്യുക, 3011 കിട്ടും. അതിന്ന് നമ്മൾ ലെസ് കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് ഓഫ് ABC ഓൺ 1/1/2009, അതായത് ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യാണ്, കുറക്കാണ്. ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യാണ്, കുറക്കാണ്. ഓക്കെ, അത് കുറക്കുമ്പോഴും ശ്രദ്ധിക്കാണ്ട് ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇതാണ് വരുന്നത്. അപ്പോൾ അത് കുറക്കുമ്പോൾ ഇത് പ്രോഫിറ്റ് ആണ്, ഇതെന്താണ്, ലോസ് ആണ്. അപ്പോൾ നമ്മൾ കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കുറക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യുക വേണ്ടത്, കൂട്ടുക വേണ്ടത്. മനസ്സിലായല്ലോ. പ്രോഫിറ്റ് അതായത് ലാബിലി സൈഡിലുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, കുറക്കേണ്ടത്. അസറ്റ് സൈഡിലുള്ളത് എന്ത് ചെയ്യാണ്, കൂട്ടുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇത് പ്രോഫിറ്റ് ആണ്, ഇതെന്താണ്, ലോസ് ആണ്. ഓക്കെ, നമ്മൾ AB എന്ത് ചെയ്യുക, 145 100 കൂട്ടി 245, അതിന് C കുറച്ചു, ബാക്കി എത്രയാണ് വരുന്നത്, 75. ഓക്കെ, അപ്പോൾ ലാബിലി സൈഡിലുള്ളത് കൂട്ടുകയും സൈഡിലുള്ളത് കുറക്കുകയും അസറ്റ് സൈഡിലുള്ളത് എന്ത് ചെയ്യാണ്, കൂട്ടുകയുമാണ് വേണ്ടത്. അപ്പം അതിൻ്റെ വേറൊരു കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 145 100 എന്ത് ചെയ്തു, കൂട്ടി. അപ്പോൾ 245 കിട്ടി. അത് 170 എന്ത് ചെയ്തു, കുറച്ചു. അപ്പോൾ എത്രയാണ് വരിക, 75. പിന്നെ 3011 നിന്ന് ആ 75 കുറച്ച് എത്ര വരിക, 2936. അതാണ് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ബിഫോർ അലോവിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് അപ്രോപ്രിയേഷൻ്റെ മുന്നേ ഉള്ള നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ കൂട്ടേണ്ടതും കുറക്കേണ്ടതും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മൾ ഇവിടെ എങ്ങനെയാണ് 75 കിട്ടി എന്ന് ഒന്നും കൂടിയും പറയാം, ശ്രദ്ധിച്ചോളൂ. നേരത്തെ പറഞ്ഞ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഒന്നും കൂടി 75 കിട്ടിയത് എന്ത് ചെയ്യാം, പറയാം. ഇത് രണ്ടും പ്ലസ് ആണല്ലോ, ഇതെന്താണ്, മൈനസ് ആണ്. കാരണം ഇത് പ്രോഫിറ്റ് ആണ്, ഇതെന്താണ്, ലോസ് ആണ്. അപ്പോൾ ഈ പ്രോഫിറ്റായ രണ്ടെണ്ണം കൂട്ടുക, 145 100 കൂട്ടുക. അതിന്ന് ഈ മൈനസ് ആയ 170 ലോസ് എന്ത് ചെയ്യുക, കുറക്കുക. അപ്പോൾ 145 100 കൂട്ടുക, ഈ ലോസ് മൈനസ് ആയത് എന്ത് ചെയ്യുക, കുറക്കുക. 170 എന്ത് ചെയ്യുക, കുറക്കുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്താണ്, 75 ആണ്. അതാണ് കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അത് ലെസ് ആയതുകൊണ്ട് 3011 75 കുറച്ച് 2936. പിന്നെ അപ്രോപ്രിയേഷൻ ആയിട്ടുള്ള അവർക്ക് നമ്മൾ ക്യാപിറ്റലിന് എന്ത് കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും കൂടി എന്ത് ചെയ്യണം, കുറക്കണം. അപ്പോൾ ഓരോരുത്തർ ക്യാപിറ്റൽ 4500 3000 1500 4500 3000 1500 എല്ലാവർക്കും 5% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും 5%. അപ്പോൾ ഇൻറ്റു 5/100 ഇൻറ്റു 5/100 ഇൻറ്റു 5/100. അപ്പോൾ 225 150 75 ടോട്ടലി 450 കുറക്കാണ് വേണ്ടത്. അപ്പോൾ വീണ്ടും 2936 നിന്ന് 450 കുറക്കുമ്പോൾ 2486. ഓക്കെ. ഇപ്പോൾ ഡ്രോവിങ്സിൻ്റെ ഡ്രോവിങ്സ് ഉണ്ട്, പക്ഷേ ഡ്രോവിങ്സിൻ്റെ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഇവിടെ സാലറിയും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് എടുക്കണ്ട. ക്യാപിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഡ്രോവിങ്സ് ഉണ്ട്, പക്ഷേ ഡ്രോവിങ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആയതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അപ്രോപ്രിയേഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമേ കുറക്കാനുള്ളൂ. അപ്പോൾ അപ്രോപ്രിയേഷനിൽ നമ്മൾ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%, 3 കൂട്ടി കുറച്ചപ്പോൾ 2486. അതാണ് നെറ്റ് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. ഈ വർഷത്തെ മൊത്തം ഡിവിസിബിൾ പ്രോഫിറ്റ്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് എഴുതിയാലും മതി, 2486. ഓക്കെ. ഇനി ഇത് നമ്മൾ 3 ആൾക്കും എന്ത് ചെയ്യണം, വീതിച്ചു കൊടുക്കണം. വീതിച്ചു കൊടുക്കേണ്ടത് 1/2 1/3 1/6. ഓരോരുത്തരെയും എക്ക് 1/2 ആണ്, ബിക്ക് 1/3 ആണ്, സിക്ക് 1/6 ആണ്. അപ്പോൾ കിട്ടിയ എമൗണ്ടിനെ ആ 3 എമൗണ്ട് കൊണ്ട് എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2486 ഇൻറ്റു 1/2 എക്ക്, 2486 ഇൻറ്റു 1/3 ബിക്ക്, 2486 ഇൻറ്റു 1/6 സിക്ക്. അപ്പോൾ 3 എമൗണ്ട് 1243 എക്ക്, 828 ബിക്ക്, 415 സിക്ക്. ഇത് 3 ഇവിടെ കൂട്ടിയ 2486 തന്നെ ആയിരിക്കും. ഓക്കെ. നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റിൻ്റെ 3 ആൾക്കും വീതിച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുകയാണ്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് എ, ബി ആൻഡ് സി ആസ് അറ്റ് 31 December 2019. ഓക്കെ. ഇത് വലിയ പണികളൊന്നുമില്ല. നമ്മൾ സാധാ പോലെ ഈ എമൗണ്ടുകൾ അതേപോലെ എടുത്തെഴുതുകയാണ്. നോക്കിക്കോളി. ക്യാഷ് ഇൻ ഹാൻഡ് 3200, ഡെപ്റ്റേഴ്സ് 4025, അഡ്വാൻസ് പേയ്മെൻറ്റ് 25, സ്റ്റോക്ക് 5900. ശരിയാണ്. ഓക്കെ. ബാക്കിയൊക്കെ സെയിം, ഒരു വ്യത്യാസമല്ല. 555 ഫർണിച്ചർ ആൻഡ് ഫിറ്റിക്സ് വരും, 1296. ഓക്കെ. കറണ്ട് അക്കൗണ്ടിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ക്രെഡിറ്റേഴ്സ് കണ്ട് 6040, ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്, 9000. അതുവരെ ഒക്കെ കറക്റ്റ് അല്ലേ, ഒരു വ്യത്യാസമല്ലല്ലോ. നമ്മൾ കറണ്ട് അക്കൗണ്ട് എഴുതുമ്പോൾ മാത്രം നമ്മൾ മുന്നത്തെ എമൗണ്ട് നോക്കുക. ഈ കറണ്ട് അക്കൗണ്ട് എക്ക് 145 ആണ്. ഓക്കെ. ആ 145 അയാൾ ഡ്രോവിങ്സ് ചെയ്തിട്ടുണ്ടാവും, അതെന്ത് ചെയ്യണം, കുറക്കണം. പ്രോഫിറ്റ് എന്ത് ചെയ്യണം, കൂട്ടണം. അത്രേ പണിയുള്ളൂ. ഈ 145 ഡ്രോവിങ്സ്, അതായത് അയാൾ ആ വിഡ്രോ ചെയ്തതാണ്, വിഡ്രോ ചെയ്ത് എന്ത് ചെയ്യുക, കുറക്കുക. പിന്നെ എക്ക് എന്ത് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നത്, അതെന്ത് ചെയ്യുക, കൂട്ടുക. അത്ര പണിയുള്ളൂ. അപ്പോൾ എയുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് 145 ആണ്. 145 അതിൻ്റെ കൂടെ ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയി. പ്രോഫിറ്റ് എന്ത് ചെയ്യുക, കൂട്ടുക. പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയത്, അയാൾക്ക് 1243 കൂട്ടി. അയാൾക്ക് ഇൻട്രസ്റ്റ് കൂടി കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ 5% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, 225. 225 കൂട്ടി. അപ്പോൾ 145 കൂടെ 1243 പ്രോഫിറ്റും 225 ഇൻട്രസ്റ്റും കൂട്ടി 1613. അതിന് അയാളുടെ ഡ്രോവിങ്സ് എന്ത് ചെയ്യാണ്, കുറക്കാം. ഡ്രോവിങ്സ് 1400 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഡ്രോവിങ്സ് 1400 എന്ത് ചെയ്യുക, കുറക്കുക. അപ്പോൾ എത്ര കിട്ടും, 213 കിട്ടും. ഓക്കെ. ഇതേപോലെ തന്നെ ബിയുടെയും ചെയ്യാം. ബിയുടെ പ്രീവിയസ് ബാലൻസ് 100. അപ്പോൾ ബീസ് കറണ്ട് അക്കൗണ്ട് ആസ് ഓൺ 1/1/2019 100. പ്രോഫിറ്റ് അയാൾക്ക് എത്രയാണ്, പ്രോഫിറ്റ് ബിക്കുള്ളത് 828 ആണ് അല്ലേ. ഇവിടെ എഴുതിയത് ഒരു തല തിരിഞ്ഞിക്കുക കേട്ടോ. പ്രോഫിറ്റാണ് 828, ഇൻട്രസ്റ്റ് ബിക്ക് 150 ആണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. പ്രോഫിറ്റ് 828, ഇൻട്രസ്റ്റ് 150. അങ്ങോട്ടോട്ട് മാറി എഴുതിക്കുകയാണ്. മുൻപാടെ കൂട്ടിയാൽ 1078. അതിന് അയാളുടെ ഡ്രോവിങ്സ് എത്രയാണ്, ബിയുടെ ഡ്രോവിങ്സ് 1000 കുറച്ചു 78. ഓക്കെ. ഇനി അടുത്ത് സിയുടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇവിടെ എന്താണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് ഇവിടെ സിക്ക് മൈനസ് ബാലൻസ് അല്ലേ, ലോസ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത് ലെസ് ചെയ്യുക, ലെസ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ലാബ് സൈഡിലാവുമ്പോഴാണ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റും ആഡ് ചെയ്യുക, ഡ്രോവിങ്സ് ലെസ് ചെയ്യുക. അയാൾക്ക് എന്താണ്, സിക്ക് മാത്രം എന്താണ് 170 രൂപ ലോസാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ചെയ്യുക. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഡ്രോവിങ്സ് ഇവിടെ കുറച്ചൊക്കെയല്ല, അപ്പോൾ അത് കൂട്ടണം. പ്രോഫിറ്റും ഇൻട്രസ്റ്റും എന്ത് ചെയ്യുകയാണ്, ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, കുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സിയുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് 170, അന്ന് ഡ്രോവിങ്സ് ആഡ് ചെയ്യുക. ഇവിടെ ലെസ് ചെയ്തത് ഇവിടെ ആഡ് ചെയ്യുക. അയാളുടെ ഡ്രോവിങ്സ് 650 ആണ്. അപ്പോൾ 170 കൂടെ 650 കൂട്ടി 820. അന്ന് അയാളുടെ ഇൻട്രസ്റ്റും പ്രോഫിറ്റും കുറക്കുക. ഇവിടെ കൂട്ടായി ഇതിക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, കുറക്കണം. ഇവിടെ മൈനസ് എമൗണ്ട് ആയതുകൊണ്ടാണ് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് കേട്ടോ. അയാളുടെ ഇൻട്രസ്റ്റ് 75,
അപ്പോൾ വീണ്ടും 820 കുറച്ചു 745 രണ്ടും ഒപ്പം കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. പ്രോഫിറ്റ് എത്രയാണ്? 415. അതും കുറച്ച് ബാക്കി 330 പുറത്തേക്ക് എഴുതി. ഇനി രണ്ട് പുറം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാലി ആവും. രണ്ട് പുറം ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ എന്തായി? ശരിയായി. ഓക്കെ. പിന്നെ നമുക്ക് ചെറിയൊരു ചെയ്ത് കറക്റ്റ് മനസ്സിലാക്കുന്ന സംശയം ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, പക്ഷേ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്തിട്ടില്ല? എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നത്? എടുത്തിട്ടുണ്ട് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിപ്രീസിയേഷൻ എടുത്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ എടുക്കാതെയും എന്ത് ചെയ്യാം. രണ്ടും പ്രശ്നമല്ല. രണ്ട് രീതിയിൽ ചെയ്താലും ഒരേപോലെ ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ. അപ്പോൾ ഡിപ്രീസിയേഷൻ എടുത്തിട്ടും എടുക്കാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത രണ്ടാമത്തെ മെത്തേഡായ കൺവേർഷൻ മെത്തേഡാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. താങ്ക് യു.